കൂട്ടുകാരെ, നമ്മൾ 6ാം ക്ലാസ്സിലെ കണക്കിലെ പാഠങ്ങളാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6ാം ക്ലാസ്സിലെ 2 അധ്യായങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യണം, കാണണം. ഇനി 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 3 3ാമത്തെ അധ്യായമായിട്ടുള്ള വോളിയം, അതായത് വ്യാപ്തം, ഈ അധ്യായമാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. വ്യാപ്തം എന്ന് കേട്ടപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് എന്താ ഇപ്പോൾ സംഭവം അല്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വലുപ്പം, കണക്കിൽ എന്താ പറയുന്നത്, ഒരു വസ്തുവിൻ്റെ വലുപ്പത്തെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, വ്യാപ്തം. നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത് ചതുരക്കട്ടയുടെ, സ്ക്വയേഴ്സ്, ക്യൂബോയിഡ് എന്ന് പോലത്തെ രൂപങ്ങളുടെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയത്തെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതെന്താണ്? ഒരു റുബിക്സ് ക്യൂബ്. നിങ്ങൾ കളിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ റുബിക്സ് ക്യൂബ് ഏത് ഷേപ്പാണ്? ഒരു ചതുരക്കട്ട അല്ലേ? ഇഷ്ടിക ഒരു ചതുരക്കട്ടയല്ലേ? അതുപോലത്തെയുള്ള രൂപങ്ങളുടെ വ്യാപ്തത്തെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പറയാൻ വേണ്ടി പോകുന്നത്. വ്യാപ്തം എന്താണ്? ഒരു വസ്തുവിൻ്റെ വലുപ്പത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ നോക്കൂ, ഇത് ഒരു ചതുരക്കട്ടയാണ്. ഈ ചതുരക്കട്ടയുടെ എന്താണ്? വ്യാപ്തം. വ്യാപ്തം കണ്ടുപിടിക്കുന്നത്, ഈ വ്യാപ്തം എന്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു അളവാണ്. അപ്പം നിങ്ങൾ പല തരത്തിലുള്ള അളവുകൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ഈ അധ്യായത്തിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ചതുരക്കട്ടകളുടെ വോളിയത്തെ കുറിച്ചിട്ടാണ്. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമാണ് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. വോളിയത്തിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമ്മൾ സെൻറ്റിമീറ്റർ, മീറ്റർ എന്നീ അളവുകളിലൊക്കെ നമ്മൾ അളന്നു കഴിഞ്ഞാൽ പറയാറുണ്ട്. അതുപോലെ വ്യാപ്തം അളന്നു കഴിഞ്ഞാൽ സെൻറ്റിമീറ്ററിലാണ് അളവ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ എന്നാണ് പറയുക. അളവുകൾ സെൻറ്റിമീറ്ററിലാണെങ്കിൽ, മീറ്ററിലാണെങ്കിൽ ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ ഘന മീറ്റർ എന്നാണ് പറയുക. ഇവിടെ റുബിക്സ് ക്യൂബ് വെച്ച് ഈ ഷേപ്പ് ശരിക്കും എങ്ങനത്തെയാണ് ഉണ്ടാവേണ്ടത്? ഇതിൽ ഓരോ കട്ടകളും സ്ക്വയറായി, ഇവിടെ ചെറിയ ചെരിവുണ്ട്, ഇവിടെ എന്തായിരിക്കും? ഓരോ കട്ടകളും എന്തായിരിക്കും? ഓരോ ചെറിയ സ്ക്വയറുകൾ കൂട്ടി വെച്ചതായിരിക്കും ഒരു ചതുരക്കട്ട. ഇനി ഈ ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്താ? നീളം, വീതി, ഉയരം 3 തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ വശം നീളം, വീതി, ഉയരം ഇതെല്ലാം 1 സെൻറ്റിമീറ്റർ വീതമാണെന്ന് വിചാരിക്കുക. ഇവിടെ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ, 1 + 1 എത്രയാണ്? 2. നീളം 2, ഇവിടെ എത്രയാണ്? 2 ഓരോ സെൻറ്റിമീറ്റർ വീതമാണെങ്കിൽ. ഇവിടെയോ 1 1 ഇവിടെ 2. അപ്പോൾ വ്യാപ്തം കണ്ടുപിടിക്കാൻ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ് 2 × 2 × 2. ഇത് 3 തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഒന്നും കൂടി പറയാം. ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാൻ നീളം, വീതി, ഉയരം ഇവ 3 തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഇനി നമുക്ക് പേജ് നമ്പർ 35 ചോദ്യങ്ങളായിട്ടുള്ള ഒരു 4 ചിത്രങ്ങളുണ്ട്. ആ ചിത്രം ഞാൻ എന്ത് ചെയ്യാം? സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ആ ചിത്രത്തിലെ വിച്ച് ഓഫ് ദീസ് ഈസ് ദ ലാർജർ ആൻഡ് സ്മോളർ, ആ 4 ചിത്രങ്ങളുടെയും വ്യാപ്തം കണ്ടുപിടിച്ച് അതിൽ ചെറുത് വലുത് ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇനി ആ 4 ചിത്രങ്ങളുടെ വ്യാപ്തം അഥവാ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചിത്രം സ്ക്രീനിലിടാം. അപ്പോൾ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ വോളിയം
ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ആദ്യത്തെ ചിത്രം നോക്കുക. ആ ചിത്രം എന്ത് ചെയ്യാം, സ്ക്രീനിലിടാം. ആദ്യ ചിത്രത്തിൽ എങ്ങനെ പറയുക, നീളം, ഇതാണ് നീളം, വീതി, ഉയരം. നീളം നോക്കുക, വീതി നോക്കുക, ഉയരം നോക്കുക. അപ്പോൾ നീളം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചിത്രത്തിലെ നീളം 4ആണ്. അതെങ്ങനെയാണ്, ഓരോ കട്ടകളും ഓരോ സെന്റിമീറ്റർ വീതമാണ്. 4 കട്ടകളാണ് നീളത്തിന്റെ അവിടെ ഉള്ളത്. അപ്പോൾ 4 ഇൻറ്റു വീതിയുടെ അവിടെ 3 കട്ടകൾ. അപ്പോൾ വീതിയുടെ അവിടെ 2 കട്ടകൾ. അപ്പോൾ ഓരോ സെന്റിമീറ്റർ വീതം 2. ഹൈറ്റ് എത്രയാണ്, 2 കട്ട. അപ്പോൾ ഇൻറ്റു 2 ഗുണിക്കുക. 4 ഇൻറ്റു 2, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ നീളം എത്രയാണ്, 5 ഇൻറ്റു വീതി 3, അതേപോലെ ഉയരം 3 ഗുണിക്കാം. 5 ഇൻറ്റു 3 15, 15 ഇൻറ്റു 3 5 ഇൻറ്റു 3 15, 5 ബാക്കി 1, 1 3 3 1 4, 45. ഇനി മൂന്നാമത്തെ ചിത്രം, നീളം 3 കട്ടകൾ, വീതി 3 കട്ടകൾ, ഉയരും 3 കട്ടകൾ. 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27. ഇനി നാലാമത്തെ ചിത്രം. നാലാമത്തെ ചിത്രത്തിൽ നീളത്തിൽ 5 കട്ടകൾ. അപ്പം 5 ഇൻറ്റു വീതിയിൽ 3 കട്ട, 5 ഇൻറ്റു 3 ഇൻറ്റു ഉയരം 4 കട്ടകൾ. 5 ഇൻറ്റു 3 15, 15 ഇൻറ്റു 4, 5 ഇൻറ്റു 4 20, 0 ബാക്കി 2, 1 4 4, 5 6 60. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതാണ് വലുത് ഏതാണ് ചെറുത്. അപ്പോൾ അവിടെ ഏറ്റവും വലിയ സംഖ്യ നാലാമത്തിനാണ്. അപ്പോൾ ഈ നാലാമതായിരിക്കും വലുത്, അതായത് ലാർജർ. ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്, 16ആണ്. അതായിരിക്കും ചെറുത്, സ്മോളസ്റ്റ്. ഇതാണ് പേജ് നമ്പർ 35-ലെ 4 ചിത്രങ്ങളുടെ വ്യാപ്തം, അതിൽ വലുത് ചെറുത് കണ്ടുപിടിക്കാൻ. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് എന്താണ്, ഗുണന പട്ടിക. എല്ലാവരും ഗുണന പട്ടിക 10 വരെ തന്നെ കൃത്യമായി പഠിച്ചിട്ട് വേണം ചോദ്യങ്ങൾ ചെയ്യാൻ. ഇനി നമുക്ക് ഇവിടെ ഞാനൊരു ബ്ലോക്ക് അല്ലെങ്കിൽ ചതുരക്കട്ട വരച്ചിട്ടുണ്ട്. ഈ ചതുരക്കട്ടയുടെ നീളം, വീതി, അതുപോലെ ഉയരം. നീളം, വീതി 1 സെന്റിമീറ്റർ, അതേപോലെ ഉയരം 1 സെന്റിമീറ്റർ ആണെങ്കിൽ എങ്ങനെയാണ് വ്യാപ്തം കാണുക? വ്യാപ്തം അഥവാ വോളിയം എങ്ങനെയാണ് കാണുക? 3 തമ്മിൽ ഗുണിച്ചാൽ മതി. 1 ഇൻറ്റു 1 ഇൻറ്റു 1 സമം 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1ആണ്. 1 സെന്റിമീറ്റർ ആണ് നമ്മൾ എങ്ങനെ എഴുതുക? ഘന സെന്റിമീറ്റർ. 1 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒരു 5 ചിത്രങ്ങളുണ്ട്. ആ 5 ചിത്രങ്ങളുടെ എന്ത് കണ്ടുപിടിക്കണം? വ്യാപ്തം കണ്ടുപിടിക്കണം. പേജ് നമ്പർ 37-ലെ ചോദ്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ ചോദ്യം ഒന്ന് ഞാൻ വായിക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ. ഓൾ ബ്ലോക്സ് ഷോൺ ബിലോ ആർ മെയ്ഡ് അപ്പ് ഓഫ് ക്യൂബ്സ് ഓഫ് സൈഡ് 1 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ഈച്ച്. അതായത് ഈ ചിത്രങ്ങളിൽ ഇതുപോലത്തെ ബ്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ക്വയേഴ്സും എത്ര സെന്റിമീറ്റർ ആണ്? ഓരോ സെന്റിമീറ്റർ വീതമാണ് കാണിക്കുന്നത്. ഓരോ സെന്റിമീറ്റർ വീതമാണ് നീളവും വീതിയും ഉയരങ്ങളൊക്കെ. രൂപങ്ങളാണ് ഇവയുടെ 5 എണ്ണം ഉണ്ട്. അതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ എന്ത് ചെയ്യാം? സ്ക്രീനിൽ ചിത്രം ഷെയർ ചെയ്യുന്നതായിരിക്കും. പേജ് നമ്പർ 37-ലെ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. പേജ് നമ്പർ 37.
അതിലെ ഒന്നാമത്തെ ചിത്രം സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൽ നീളം, വീതി, അതുപോലെ ഉയരം, അവ എല്ലാതും എത്ര സെൻറ്റിമീറ്റർ വീതമാണ്? 4. അതായത് നീളത്തിൻ്റെ അവിടെ 4 കട്ടകളാണ് ഉള്ളത്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ. ഇക്വേഷൻ ആദ്യം എഴുതി വയ്ക്കുക. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. എന്തിൻ്റെയാണ്? വ്യാപ്തത്തിൻ്റെ. ഇപ്പം തന്നെ ഇക്വേഷൻ പഠിക്കണം, മറക്കരുത്. ഇംഗ്ലീഷിൽ ലെങ്ത് L, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, വോളിയം. ഇനി ചെയ്യാം. ആദ്യത്തെ എത്രയാണ്? നീളത്തിൻ്റെ അവിടെ 4 സ്ക്വയേഴ്സ്, 4 ചെറിയ 1 സെൻറ്റിമീറ്റർ വീതമുള്ള കട്ടകളാണ്. നമുക്ക് എഴുതാം 4 ഇൻറ്റു 4 ഇൻറ്റു 4. 4 ഇൻറ്റു 4 16. 16 ഇൻറ്റു 4 ഗുണിച്ച് നോക്കാം. 16 ഇൻറ്റു 4. 6 4 24. 24ന് 4, ബാക്കി 2. 1 4 4. 4 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 6. നമുക്ക് എത്ര കിട്ടും? 64 എന്നാണ് കിട്ടുക. ഈ എല്ലാ അളവും സൈഡ്സ് എന്തിനാണ്? സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമുക്ക് എഴുതാം ക്യൂബിക് സെൻറ്റിമീറ്റർ, ഘന സെൻറ്റിമീറ്റർ എന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഘന സെൻറ്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലെ നീളം, വീതി, ഉയരം എങ്ങനെയാണ്? നീളത്തിൻ്റെ അവിടെ എത്ര കട്ടകൾ വീതമാണ് വരുന്നത് നോക്കണം. നീളത്തിൻ്റെ അവിടെ 2 കട്ടകൾ. അപ്പോൾ 2 ഇൻറ്റു വീതിയുടെ അവിടെ 2, ഉയരം 3 ഗുണിക്കാം. 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 3 12. 12 ഘന സെൻറ്റിമീറ്റർ, ക്യൂബിക് സെൻറ്റിമീറ്റർ. മലയാളം മീഡിയംകാർ മലയാളം എഴുതുക, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം എഴുതുക. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കാം. മൂന്നാമത്തെ ചിത്രത്തിലെ നീളം എത്ര കട്ടകളുണ്ട്? 4 കട്ടകളാണ് ഉള്ളത്. 4 ഇൻറ്റു വീതി എത്രയാണ്? 3 കട്ടകൾ. ഉയരത്തിലും 3 കട്ടകളാണ്. 4 ഇൻറ്റു 3. 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 3. 12 ഇൻറ്റു 3. 2 3 6. 1 3 3. 36. 36 ഘന സെൻറ്റിമീറ്റർ അഥവാ ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി നാലാമത്തെ ചിത്രം. നാലാമത്തെ ചിത്രത്തിൽ മൊത്തമുള്ളത് നീളത്തിൻ്റെ അവിടെ 7 കട്ടകൾ. 7 ഇൻറ്റു വീതിയുടെ അവിടെ ഉള്ളത് 2 കട്ടകൾ. 7 ഇൻറ്റു 2 ഇൻറ്റു ഉയരം 3 കട്ടകൾ. 2 ഇൻറ്റു 7 14. 14 ഇൻറ്റു 3 ഗുണിച്ച് നോക്കാം. 14 ഇൻറ്റു 3. 4 ഇൻറ്റു 3 12. 2 ശിഷ്ടം 1. 1 3 3. 3 3 4. 42 ഘന സെൻറ്റിമീറ്റർ. ഈ അളവുകൾ എന്ത് ചെയ്യും? അതുപോലെ ഇവിടേക്ക് എഴുതിയാൽ മതി. ഇനി അഞ്ചാമത്തെ അവസാനത്തെ ചിത്രം പറയുന്നത് നീളം 3 സെൻറ്റിമീറ്റർ, വീതി 2 സെൻറ്റിമീറ്റർ ഇൻറ്റു ഉയരം എത്രയാണ്? ഹൈറ്റ് നോക്കുക. എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 സെൻറ്റിമീറ്റർ സമം 12. 3 ഇൻറ്റു 2 6. 6 ഇൻറ്റു 2 12 ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് പേജ് നമ്പർ 37 വരുന്ന 5 ചിത്രങ്ങളുടെ വ്യാപ്തം അഥവാ വോളിയം എന്ന് പറഞ്ഞാൽ. എല്ലാ കൂട്ടുകാർക്കും ഇതുവരെയുള്ള ചോദ്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. കൂട്ടുകാർ ചിത്രങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് നോട്ടുകൾ തയ്യാറാക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.